ഈ പ്രസംഗങ്ങളെ രണ്ട് തരത്തിലുണ്ട്. അതായത് ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മളായിരിക്കും, ഓ ഇതെല്ലാം അവരെക്കുറിച്ചാണ്, ഓ ഇന്ന് എല്ലാ പുള്ളീനെ കുറിച്ചാണ്, ഓ ഇതെല്ലാം പുള്ളിക്കാരത്തിനെ കുറിച്ചാണ് എന്നൊക്കെ വിചാരിക്കും. ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ പാസ്റ്ററിനെ കുത്തുവോ, ഇന്ന് വരണ്ടായിരുന്നു, ഓ പുള്ളി മറ്റേ കാര്യം അറിഞ്ഞാണോ അതുകൊണ്ടോ എന്നൊക്കെ പറയത്തില്ലേ. സോ ദർ ആർ സെർമൺസ് വേർ യശയാവിന് പറ്റിയതുപോലെ, അതായത് ദൈവത്തെ കാണുന്നതിന് മുമ്പ് പറഞ്ഞു അശുദ്ധമായ ജനം, ഒക്കെ അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞു. എന്ന ദൈവത്തെ കണ്ടതിന് ശേഷം പറഞ്ഞു, അയ്യോ അശുദ്ധാത്തരമുള്ള ശുദ്ധിയില്ലാത്താത്തരമുള്ള മനുഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തം ഇതിലേക്ക് തിരിഞ്ഞു നോക്കാനിടയായി. പ്രസംഗങ്ങൾ കേൾക്കുമ്പം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. സോ ഹായ്, വെൽക്കം ടു വേർഡ്സ് ഓഫ് ഇൻസ്പിറേഷൻ. സ്റ്റെഫിയാണ്. ഇന്ന് പറയാൻ പോകുന്നത് പ്യുവർലി അഗെയിൻ മൈ എക്സ്പീരിയൻസ് ആണ്. വേർ ഗോഡ് ഹാസ് ടോട്ട് മീ എ വെരി ബിഗ് ലെസൺ, വേർ കണ്ടിന്യൂയിങ്ലി എന്ന് പറയാം. അതായത് ഗ്രാജുവലി ആയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് റിയലി ഹാർഡ് ഫോർ മീ. എനിവേ, അതായത് അത് സെർമൺ ഇങ്ങനെയാണ് അബൌട്ട് മദർ മേരിയാണ്. ജീസസിൻ്റെ മദർ മേരി. പുള്ളിക്കാരത്തിയുടെ തന്നെയല്ല, യു ടേക്ക് എനി വൺ ഫ്രം ദ ബൈബിൾ, എല്ലാവർക്കും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് വേർ ഗോഡ് ഹാസ് കം ടു ദം ആൻഡ്, അല്ലെങ്കിൽ ദൈവാത്മാ അവരോട് പറയുന്നത് നിങ്ങൾ ഇന്നതാണ്, നിങ്ങൾക്ക് ഇന്ന ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് മക്കളുണ്ടാവും, നിങ്ങൾ ബഹുജാതികളുടെ പിതാവാകും. മീൻസ് ദർ ആർ മെനി വാഗ്ദത്തങ്ങൾ. അതെല്ലാം പേഴ്സണലി ആണ് ഒരാളോട് പറയുന്നത്. സോ ഇഫ് ദേ വെന്റ് ആൻഡ് ടോക്ക് ടു അതർ പീപ്പിൾ, എക്സാമ്പിൾ ജോസഫിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കും, ബാക്കി എല്ലാവരും കളിയാക്കുകയല്ലേ ചെയ്യുന്നത്. സോ മേരിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെല്ലാം ആൾക്കാർ പറഞ്ഞു കാണും ജീസസിൻ്റെ ബർത്തിനെ വെച്ചിട്ട്. യെറ്റ് എവിടെയെങ്കിലും മേരി അവരെ പോയി ശാസിച്ചെന്നോ, മേരി അവർക്കെതിരായിട്ട് പ്രാർത്ഥിച്ചെന്നോ, മേരി അവരെ തിരുത്താൻ പോയെന്നോ എങ്ങും കണ്ടിട്ടില്ല. So when someone is talking about you, why you want to clarify it? So that strike me like I am a person where I will go and clarify that ഇതങ്ങനല്ല, ഇതിങ്ങനെയാണ്, I am right എന്ന് പറയും. So God asked me to keep quiet and I started healing myself. അങ്ങനെയൊക്കെ ആര് പറഞ്ഞാലും ഇപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കാനുള്ളൊരു കൃപ ദൈവം തരാൻ തുടങ്ങി. And whoever is listening to me, you will start healing yourself. You will start becoming calm once you start keeping quiet. God will bless you guys, so please keep quiet. Bye bye, take care, God bless you.